എല്ലാവർക്കും സുഖാണല്ലോ. ഇന്ന് ഞമ്മളെ ഒരു വീഡിയോസ് ഇപ്പം ഒരുപാട് സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന വീഡിയോസ് ആണ് കേട്ടോ ഞാൻ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സോ ഒരാൾ ഭയങ്കരമായിട്ട് ഫാറ്റ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഒരു 30 മിനിറ്റ്സിൽ ഫാറ്റ് ലോസ് ആക്കാം. പിന്നെ വയറ്റിൽ എന്തെങ്കിലും കല്ലോ പിന്നോ എന്തെങ്കിലും ഉണ്ടെങ്കിലും വിതൗട്ട് സർജറിയിൽ വിതൗട്ട് പെയിനിൽ ഒരു ബ്ലഡും വരാതെ അവർ കല്ല് റിമൂവ് ചെയ്യുന്ന ഒരു സീനാണ് ഈ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. സോ ആ ഒരു വീഡിയോ ആണ് ഞാൻ ഇന്ന് കാണിച്ചു തരുന്നത്. ഡോക്ടർ ആവാൻ വേണ്ടി MBBS ചെയ്യണമെന്നില്ല. ഇപ്പൊ ജസ്റ്റ് സോഷ്യൽ മീഡിയയിൽ നോക്കിയാൽ മതി, എന്ത് വേണമെങ്കിൽ ട്രീറ്റ്മെന്റ് കിട്ടും അല്ലേ നമുക്ക്. സോ ആ വീഡിയോസ് ആണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. വാ നോക്കാം. ഫസ്റ്റ് ഞാനിവിടെ ഇട്ടിട്ടുണ്ട്, കണ്ടോ. ഫസ്റ്റ് ഈ ഒരു വീഡിയോയിലോ ഫസ്റ്റ് ഒരു ഓയിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്ന ഒരു സീനാണ് നിങ്ങൾ കാണുന്നത്. ഓക്കെ, നല്ലോണം കേറിയാണ് ആള് മസാജൊക്കെ ചെയ്ത് കൊടുക്കുന്നത്. കുറച്ച് ഓയിൽ ഇടും. അപ്പോൾ വയറ്റിൻ്റെ ഉള്ളിൽ എന്താ പറയുക, ആൾക്ക് എന്താണ് അയാൾക്ക് പറയുന്നത്, രോഗി കാണിക്കുന്നുണ്ട് എൻ്റെ വയറ്റിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു കല്ലുണ്ടല്ലോ പറഞ്ഞിട്ട്. അപ്പോൾ ഡോക്ടർ ഒരു സീരിയസ് ആയിട്ടാണ് അതിൻ്റെ ഇങ്ങനെ തുടച്ച് മസാജ് ചെയ്തിട്ടാണ് ആ കല്ല് ഒരു സൈഡിൽ വരപ്പിക്കുന്നത്. സോ നമ്മൾ തന്നെ എല്ലാവരും ഷോക്കായി പോകും ആ ഒരു ന്യൂസ് നോക്കുമ്പോൾ. അത്രയ്ക്ക് എന്താ പറയുക, അത്രയ്ക്ക് ഒരു ഇന്റലിജന്റ് ആയ ഒരു ഡോക്ടറാണ് ഇവർ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത്. സോ മസാജ് ചെയ്ത് ആ ഡോക്ടറിന്റെ കയ്യിൽ കിട്ടി, അവർ സൈഡിലുണ്ട് കല്ലെന്നുള്ളത് ആൾക്ക് കിട്ടി കേട്ടോ. സോ നല്ലോണം മസാജ് ചെയ്യുന്നുണ്ട്. ഈ മസാജ് ചെയ്യുന്നത് കൊണ്ട് 30 മിനിറ്റ്സിൽ തന്നെ മെൽറ്റ് ആവുന്ന സോഷ്യൽ മീഡിയയിലൊക്കെ കമന്റ്സിൽ പറയുന്നത്. സോ ആർക്കെങ്കിലും ഉപകാരം ആവുന്നെങ്കിലും ഒന്ന് ട്രൈ ചെയ്താൽ ബെസ്റ്റ് അല്ലേ. സോ ആള് മസാജ് ചെയ്ത് ഒരു സൈഡിൽ കൊണ്ടുവന്നിട്ട് പിന്നാണ് ഒരു ഇലക്ട്രോണിക് മെഷീൻസ് കയ്യിൽ അതൊരു കല്ല് വയറ്റിൻ്റെ ഉള്ളിൽ കല്ല് കിട്ടാൻ ഒരു ബുദ്ധിമുട്ടാണല്ലോ. അപ്പോൾ കുറച്ച് ഇലക്ട്രോണിക് മെഷീൻ കൊണ്ടുവന്നിട്ട് അതിൽ ഇങ്ങനെ മെഷീനിൽ എന്താ വെച്ചാൽ റോൾ ചെയ്തിട്ടാണ് ഫസ്റ്റ് ഫാറ്റ് മെൽറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ റോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ റോൾ ചെയ്തിട്ട് ആള് പിന്നും ഡോക്ടർ പ്രസ് ചെയ്യുന്നുണ്ട്. രോഗിക്ക് പെയിനില് വച്ചമ്പാലൊക്കെ ആക്കുന്നുണ്ട് കേട്ടോ. സൗണ്ട് കേൾക്കാൻ ഞാൻ കുറച്ച് സൗണ്ട് മ്യൂട്ട് ചെയ്യുന്നില്ല. ഭയങ്കര പെയിനാണ് രോഗിക്ക് അങ്ങനെ പ്രസ് ഒക്കെ ചെയ്യുമ്പോൾ വയറൊക്കെ. സോ എന്തായാലും ഒരു സൈഡിൽ കല്ല് കിട്ടുന്നുണ്ട്, കാണിക്കുന്നുണ്ട്. ഒരു പ്ലേറ്റ് താഴെ വെച്ചിട്ട് ഇപ്പൊ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തു. ആദ്യം തന്നെ ഒരു മാജിക് കൊണ്ടുവന്നിട്ടുണ്ട് കയ്യിൽ, അത് എൻഡ് പറയാം എന്താണെന്നൊക്കെ. സോ പ്രസ് ചെയ്തു. പക്ഷെ ഒരു കല്ല് കാണുന്നുണ്ട്, അതിൻ്റെ ഉള്ളിൽ ഒരു കല്ല്. ഇപ്പോൾ ചെറുതായിട്ട് ഒരു കല്ല് വിതൗട്ട് പെയിനിൽ തന്നെ താഴെ വീഴും. നോക്കിക്കോ, നിങ്ങൾ കാണുമ്പോൾ തന്നെ താഴെ വീഴുന്നതാണ്. സോ വെയിറ്റ്. പാവം ആ രോഗിക്ക് നല്ലോണം പെയിൻ ആവുന്നുണ്ട് കേട്ടോ. ഡോക്ടർക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. പക്ഷെ ഒരു കല്ല് വീണു. അല്ലോ, 2 കല്ലെടുത്തു, 3. വയറ്റിന് ഒരു പെയിൻ ഇല്ല, ഒരു ബ്ലഡ് വരുന്നില്ല. നോക്ക്, 4 കല്ല് വയറ്റിൻ്റെ ഉള്ളിൻ്റെ 4 കല്ലെടുത്തു എന്ന് പറഞ്ഞാല് ഓ മൈ ഗോഡ്, കണ്ടില്ലേ. ഇനി നമുക്ക് ഡോക്ടറിന്റെ അടുത്ത് പോകണ്ട കേട്ടോ. ഈ ഡോക്ടർ എവിടെയാണെന്ന് കണ്ടുപിടിച്ചാൽ ഇവർക്കൊരു അവാർഡൊന്ന് നമ്മൾ റെഡിയാക്കി വെക്കണം. കാരണം ഇങ്ങനെയുള്ള ആൾക്കാരാണ് നമ്മൾ മോട്ടിവേറ്റ് ചെയ്തിട്ട് സോഷ്യലിന്റെ മുമ്പിൽ കൊണ്ടുവരണ്ടേ. അല്ല ഒരുപാട് പൈസ കൊടുത്തിട്ട് ഇങ്ങനെ ഒരുപാട് ഡോക്ടറിന്റെ അടുത്ത് പോയിട്ട് പൈസ ഒക്കെ കൊടുത്തിട്ട് വേസ്റ്റ് ആക്കുന്ന പകരം ഇത്ര പെട്ടെന്നാണ് 5 മിനിറ്റ്സിൽ തന്നെ വയറ്റിലുള്ള കല്ലെടുത്തു എന്ന് പറഞ്ഞാൽ ഗിന്നീസ് അല്ലേ ദാഖല ചെയ്യുന്നത്, വിതൗട്ട് പെയിൻ വിതൗട്ട് സർജറി. അപ്പൊ നമുക്കൊരു സ്ലോ മോഷനിൽ ആ വീഡിയോ വെച്ച് നോക്കിയപ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും അത് എത്രമാത്രം ഫേക്ക് ആണെന്ന്. പക്ഷേ ഞാൻ ചോദിക്കുന്നത്, ആൾക്കാരാണ് പൊട്ടന്മാർ, അത് ഞമ്മളാണ് പൊട്ടന്മാര്, ആൾക്കാരാണ് പൊട്ടന്മാര്, അതോ ആ രോഗിയാണ് പൊട്ടാണെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാനൊരു കാര്യം പറയാണ്, ആ ഒരു വീഡിയോന്റെ താഴെ പോയിട്ട് എത്രയ്ക്ക് ആൾക്കാരാണ് ആ വീഡിയോന്റെ താഴെ പോയിട്ട് ചോദിക്കുന്നത്, അഡ്രസ് എവിടെ, ഇത് എവിടെയാണ്, ഇതെന്താണ്, സത്യമാണോ, റിയൽ ആണോ, എന്തൊക്കെ. ആ വീഡിയോ കാണുമ്പോൾ തന്നെ സ്ലോ മോഷനിൽ വെച്ച് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അതൊരു ഫേക്ക് ആണെന്ന്. സോ ഇങ്ങനെയുള്ള നെഗറ്റീവ് ഉള്ള വീഡിയോസ് ഒക്കെ വിശ്വസിക്കല്ലേ പ്ലീസ്. ഇങ്ങനെ